ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി പൂർണ്ണമായും തുറന്നുകൊടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിസന്ധി തുടരുകയാണ്. ലബനൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമമാകും വരെ അമേരിക്കൻ ഉപരോധം തുടരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുന്നുവെന്നും ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക പാതകളിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാമെന്നും ഇതിനായി ഇറാന്റെ നാവികസേനയുമായി ഏകോപനം നടത്തണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഇറാനിൽ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ തങ്ങൾക്കും മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ട്രംപ് വ്യാജ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും സമ്മർദ്ദം തുടരുന്നത് മേഖലയിലെ കപ്പൽ ഗതാഗത സുരക്ഷയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ അനുമതിയോടെയും ഇറാൻ നിശ്ചയിക്കുന്ന പ്രത്യേക പാതയിലൂടെയും മാത്രമേ അനുവദിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ കടലിടുക്ക് തുറന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തെങ്കിലും സമാധാന കരാറിൽ ഇറാൻ 100% ഒപ്പിടുന്നതുവരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം മാറ്റില്ലെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ നടപടി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം എന്നതടക്കമുള്ള ഉപാധികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആണവ പദ്ധതി അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇറാൻ സമ്മതിച്ചതായും ട്രംപ് പറഞ്ഞു. ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ തിരിച്ചു നൽകില്ല. ജൂണിലെ US ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾക്കടിയിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനും USഉം ചേർന്ന് വീണ്ടെടുക്കും. ഇത് USലേക്ക് കൊണ്ടുവരുമെന്നും പ്രതിഫലമൊന്നും നൽകില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം ഇറാൻ നിഷേധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.